ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ റീഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സിൻറ്റാക്സ് എറർ വരും. അത് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു വേരിയബിള് PW എന്നുള്ള വേരിയബിൾ ഡിഫൈൻ ചെയ്തപ്പോൾ ഡാറ്റ ടൈപ്പിന് ലെഫ്റ്റ് സൈഡിൽ ഈ പ്രൈവറ്റ് പബ്ലിക് പ്രൊട്ടക്റ്റ് ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡീഫോൾട്ട് എന്നുള്ള ഗ്രൂപ്പിൽ വരും. ഈ W എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ സെയിം ക്ലാസ്സിൽ യൂസ് ചെയ്യാം. P1 എന്നുള്ള ക്ലാസ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സെയിം പാക്കേജിൽ യൂസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡീഫോൾട്ട് വരുമ്പോൾ അതായത് ആദ്യത്തെ 2 കോളത്തിലാണ് യെസ് വന്നിട്ടുള്ളത്. അപ്പോൾ സെയിം ക്ലാസ്സിൽ യൂസ് ചെയ്യാം, സെയിം പാക്കേജിലും യൂസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായത് ഇനി വിചാരിക്കാം ഈ P1 എന്നുള്ള ക്ലാസ് അല്ലെങ്കിൽ P1 എന്നുള്ള ഈ പ്രോഗ്രാം എക്സാമ്പിൾ എന്നുള്ള പാക്കേജിലാണ്, അല്ലെങ്കിൽ എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലാണ് ഉള്ളത്. അതുപോലെ P3 എന്നുള്ള വേറൊരു പ്രോഗ്രാം കൂടി ഉണ്ടെന്ന് വിചാരിക്കാം, അതും എക്സാമ്പിൾ എന്നുള്ള പാക്കേജിലാണെന്ന് വിചാരിക്കാം. ഈ P3 എന്നുള്ള പ്രോഗ്രാമും P1 എന്നുള്ള പ്രോഗ്രാമും സെയിം ഫോൾഡറിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ W എന്നുള്ള വേരിയബിള് P1 എന്നുള്ള ക്ലാസ്സിൽ W എന്നുള്ള വേരിയബിള് P3യിൽ യൂസ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് പ്രത്യേകത വെച്ചാൽ സെയിം ക്ലാസ്സിൽ യൂസ് ചെയ്യാം, സെയിം പാക്കേജ്, അതായത് സെയിം ഫോൾഡറിനുള്ളിലുള്ള ഏത് പ്രോഗ്രാമത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. തൽക്കാലം സിമ്പിളായിട്ട് അങ്ങ് വിചാരിക്കുക. സെയിം പാക്കേജ് സെയിം പാക്കേജിനുള്ളിൽ വേറെ ക്ലാസ് യൂസ് ചെയ്യണമെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ നിങ്ങൾ കൂളായിട്ട് അത്ര അറിഞ്ഞിരിക്കുക. അതായത് സെയിം പാക്കേജിനുള്ളിൽ ആ വേരിയബിൾ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. പിന്നെ ഇത് എക്സാമ്പിളും കാണിച്ചാൽ മതി. പിന്നെ ഉള്ളത് പ്രൊട്ടക്റ്റഡ് ആണ്. ഇങ്ങനെ വിചാരിക്കാം, ഈ P1 എന്നുള്ള ക്ലാസ് നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ എന്നുള്ള പാക്കേജിൽ അല്ലെങ്കിൽ എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലാണ് വിചാരിക്കും. അതുപോലെ P3 എന്നുള്ള പ്രോഗ്രാം ക്ലാസ് വീഡിയോ എന്നുള്ള പാക്കേജിനുള്ളിൽ, അത് വേറൊരു പ്രോഗ്രാമാണ്. അതിപ്പോൾ കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടി എല്ലാം കൂടി സെയിം ഫയൽ ടൈപ്പ് ചെയ്യുന്നുള്ളൂ, പ്രസന്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. ഈ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ക്ലാസ് എന്നുള്ളത് P3 എന്നുള്ള ക്ലാസ് ആണ്. അത് P3.java എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടാവുക. ആ പ്രോഗ്രാം ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് വീഡിയോ എന്നുള്ള പാക്കേജിനുള്ളിലാണ്. വീഡിയോ എന്നുള്ള ഫോൾഡറിനുള്ളിലായിരിക്കും മിക്കവാറും പ്രോഗ്രാം സേവ് ചെയ്യേണ്ടത്. ഈ 2 പ്രോഗ്രാമും 2 ഫോൾഡറിനുള്ളിലാണ്, അല്ലെങ്കിൽ 2 പാക്കേജിനുള്ളിലാണ്. ഇങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് വേരിയബിള്, ഫസ്റ്റ് പ്രോഗ്രാമിലെ പ്രൈവറ്റ് വേരിയബിള് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഫസ്റ്റ് പ്രോഗ്രാമിലെ ഡീഫോൾട്ട് ടൈപ്പിലെ വേരിയബിൾസും ഫങ്ഷൻസും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ 2 ഡിഫറെൻറ്റ് പാക്കേജിലാണ്. പക്ഷെ നമ്മൾ പ്രൊട്ടക്റ്റഡ് എന്ന് കൊടുത്തു വിചാരിക്കുക. അതായത് ഇപ്പം ഈ Z എന്നുള്ള വേരിയബിള് പ്രൊട്ടക്റ്റഡ് ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത്. പ്രൊട്ടക്റ്റഡ് ടൈപ്പിൽ വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിള് ഡിഫറെൻറ്റ് പാക്കേജ് ആണെങ്കിൽ യൂസ് ചെയ്യാം. അത് ഫസ്റ്റ് പ്രോഗ്രാം എക്സാമ്പിൾ എന്നുള്ള പാക്കേജിൽ, സെക്കൻഡ് പ്രോഗ്രാം വീഡിയോ എന്നുള്ള പാക്കേജിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ പ്രത്യേക രീതിയിലാണ് യൂസ് ചെയ്യാനായിട്ട് ഡിറൈവ് എടുക്കണം. എന്നുള്ള ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ എന്നുള്ള പാക്കേജിനുള്ളിലാണ്. ഇപ്പം എക്സാമ്പിളിനുള്ളില്ല, ഒരു വേറെ ഫോൾഡറായി പോയി. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കണം. ഇമ്പോർട്ട് എക്സാമ്പിൾ .സ്റ്റാർ കൊടുക്കുക. ഇമ്പോർട്ട് എക്സാമ്പിൾ എന്നുള്ള പാക്കേജിൽ അല്ലെങ്കിൽ എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിൽ ബിൽറ്റ് ക്ലാസ് നമ്മൾ ചെയ്തിരിക്കുന്ന ക്ലാസ്സസ് എല്ലാം ഇവിടെ യൂസ് ചെയ്യാം. യൂസ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം, 2-3 രീതിയിൽ ചെയ്യാം. ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ എക്സ്റ്റൻസ് കൊടുക്കുക, ഇവൺ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ
P1 നിന്ന് P3 ഡിറൈവ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ P1 ഈ പ്രൊട്ടക്റ്റഡ് ടൈപ്പിലെ വേരിയബിൾസും ഫങ്ഷൻസും അതുപോലെ പബ്ലിക് ടൈപ്പിലെ വേരിയബിൾസും ഫങ്ഷൻസും P3 യൂസ് ചെയ്യും. ഡിറൈവ്ഡ് ക്ലാസ്സിൽ അല്ലെങ്കിൽ സബ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിലെ പാരന്റ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്നൊക്കെ പറയാറുണ്ട്. ഡിറൈവ് എടുക്കുന്ന ക്ലാസ്സിന് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് പറയും. P1 എന്നുള്ളത് പാരന്റ് ക്ലാസ്, P3 എന്നുള്ളത് ചൈൽഡ് ക്ലാസ്സുമാണ്. ഇങ്ങനെ P1 നിന്ന് P3 ഡിറൈവ് എടുത്തിട്ടുണ്ടെങ്കിൽ P1 പ്രൊട്ടക്റ്റ് ടൈപ്പിലെ വേരിയബിൾസ് എല്ലാം യൂസ് ചെയ്യാം. ആ പോയിന്റ് കാണാൻ പഠിക്കും. ഈ W എന്നുള്ളത് ഡീഫോൾട്ട് ടൈപ്പാണ്, അതിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് വീഡിയോയും മറ്റൊരു എക്സാമ്പിൾ രണ്ട് ഡിഫറെൻറ്റ് പാക്കേജിലായതുകൊണ്ട് ഡീഫോൾട്ട് ടൈപ്പിലെ വേരിയബിൾ, ഈ W എന്നുള്ള വേരിയബിൾ ഡീഫോൾട്ട് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അതിവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ വരും. ഈ Z എന്നുള്ള വേരിയബിളിൻ്റെ മോഡിഫയർ പ്രൊട്ടക്റ്റഡ് എന്ന് കൊടുക്കുന്നത്. പ്രൊട്ടക്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പാക്കേജിലാണെങ്കിലും നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. P1 പ്രൊട്ടക്റ്റഡ് ടൈപ്പിൽ അല്ലെങ്കിൽ പബ്ലിക് ടൈപ്പിൽ വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് എടുക്കാനുള്ള കമാൻഡ് കൊടുത്താൽ മതി. എക്സ്റ്റൻസ് P1 കൊടുത്താൽ മതി. Z നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എറർ വരില്ല. പ്രൊട്ടക്റ്റ് ടൈപ്പിലുള്ള വേരിയബിൾസ് ഇങ്ങനെ എല്ലാവരും കൂടുതൽ പറയുമ്പോൾ കൺഫ്യൂഷൻ ഒക്കെ തോന്നും. പക്ഷെ അതിന് നിങ്ങൾ ഈ ടേബിള് ലിസ്റ്റ് കാണുമ്പോൾ പഠിച്ചിരിക്കുക. നോക്കുക, പ്രൊട്ടക്റ്റ് ടൈപ്പിലെ വേരിയബിൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഫസ്റ്റ് 3 കോളത്തിലാണ് യെസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് 3 കോളംസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് കാണാപ്പണം പഠിച്ചിരിക്കുക. അത് പഠിച്ചിരുന്നെങ്കിൽ എളുപ്പം. നോക്കുമ്പോൾ പ്രൊട്ടക്റ്റ് ടൈപ്പിലുള്ള വേരിയബിൾ ക്ലാസിൻ്റെ അടിയിൽ യെസ് വന്നിട്ടുണ്ട്. അപ്പോൾ സെയിം ക്ലാസ്സിനുള്ളിൽ യൂസ് ചെയ്യാം. പാക്കേജിൻ്റെ അടിയിൽ യെസ് വന്നിട്ടുണ്ട്. സെയിം പാക്കേജിനുള്ളിൽ പ്രൊട്ടക്റ്റ് ടൈപ്പിലെ വേരിയബിൾസ് യൂസ് ചെയ്യാം. അത് സബ് ക്ലാസ്സിനുള്ളിൽ യെസ് ആണെന്നുള്ളത്. സബ് ക്ലാസ്സിന് ഡിറൈവ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചൈൽഡ് ക്ലാസ് സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിനുള്ളിൽ യൂസ് ചെയ്യാം, പ്രശ്നമില്ല. ഈ 3 കാറ്റഗറിയും പെടാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്ത് യൂസ് ചെയ്യണമെങ്കിൽ എറർ ആയിരിക്കും. പിന്നെയാണ് പബ്ലിക് ടൈപ്പിലെ വേരിയബിൾ. അതെങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. യൂസ് ചെയ്യുന്ന അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. സെയിം ക്ലാസ്സിൽ യൂസ് ചെയ്താൽ പ്രശ്നമില്ല, സെയിം പാക്കേജിനുള്ളിൽ യൂസ് ചെയ്താൽ പ്രശ്നമില്ല, ഡിറൈവ്ഡ് ക്ലാസ്സിൽ യൂസ് ചെയ്താൽ എറർ വരില്ല. ഈ 3 കാറ്റഗറിയിലും പെടാതെ വേറെ സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, എന്നാലും എറർ വരില്ല. നമ്മൾ പഠിച്ചുതരാം. ഈ y എന്നുള്ള വേരിയബിൾ പബ്ലിക് ടൈപ്പ് വേരിയബിൾ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ P1ഉം P2ഉം ഡിഫറെൻറ്റ് പാക്കേജസ് ആണെന്ന് വിചാരിക്കാം. ഡിഫറെൻറ്റ് പാക്കേജസ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇൻഹെറിറ്റും ചെയ്തിട്ടില്ല. ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രൊട്ടക്റ്റ് ടൈപ്പിൽ വേരിയബിൾ യൂസ് ചെയ്യാമായിരുന്നു. പ്രൊട്ടക്റ്റ് ടൈപ്പിൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ Z യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എററായിരുന്നു.
കണ്ടീഷൻ കാണപ്പെടാൻ ഓർത്തിരിക്കുക. എക്സാമ്പിൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഒട്ടൊട്ട ടൈപ്പിലെ വേരിയബിൾ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ സെയിം പാക്കേജ് ആയിരിക്കണം. ഇവിടെ സെയിം പാക്കേജ് അല്ല. പിന്നെ ഡിഫറെൻറ്റ് പാക്കേജിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ക്ലാസ് ആ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫസ്റ്റ് ക്ലാസ്സിൽ പ്രൊട്ടക്റ്റഡ് വേരിയബിൾ സെക്കൻഡ് ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഡിറൈവും ചെയ്തിട്ടില്ല. അപ്പം പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ ആയിരിക്കും. പക്ഷെ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ y എന്നുള്ള പബ്ലിക് വേരിയബിൾ ഉണ്ട്. വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ പബ്ലിക് ആണെങ്കിൽ ശരിക്കും എവിടെയും യൂസ് ചെയ്യാന്നുള്ളതാണ്. P2 എന്നുള്ള ക്ലാസ്സിൽ വേറെ എവിടെയെങ്കിലും ഉള്ള ഒരു ക്ലാസിൻ്റെ പബ്ലിക് വേരിയബിൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മറ്റേ ക്ലാസ് കോപ്പി ചെയ്തത് അതിന് ഇമ്പോർട്ട് ആ പാക്കേജ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാക്കേജ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് ഇങ്ങനെ സ്റ്റാർ കൊടുക്കേണ്ടി വരും. ഇമ്പോർട്ട് ഏത് പാക്കിലൊക്കെ ചില ക്ലാസ്സാണ് നമുക്ക് വേണ്ടത് ആ പാക്കേജിന് ഇമ്പോർട്ട് സ്റ്റാർ വന്നിട്ട് ആ ഫോൾഡറിനുള്ളിൽ പ്രോഗ്രാംസ് മുഴുവൻ. കാരണം ഇത് വീഡിയോ എന്നുള്ള ഫോൾഡറിൽ ആണ് ഈ പ്രോഗ്രാം ഉള്ളത്. വീഡിയോ എന്നുള്ള പാക്കേജിനുള്ളിൽ അല്ലെങ്കിൽ വീഡിയോ എന്നുള്ള ഫോൾഡറിനുള്ളിൽ ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ എന്നുള്ള വേറെ പാക്കേജിൽ അല്ലെങ്കിൽ വേറെ ഫോൾഡറിനുള്ളിൽ പ്രോഗ്രാംസ് ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കോപ്പി ചെയ്യണം അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തെടുക്കണം. ഈ എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലുള്ള കുറേ ക്ലാസ്സസ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. രണ്ട് പ്രോഗ്രാം രണ്ട് ഫോൾഡറിനുള്ളിലാണ്. ഡിറൈവും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇൻക്രിപ്റ്റും ചെയ്തിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഫസ്റ്റ് ക്ലാസ്സിലെ വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഓബ്ജക്റ്റിൻ്റെ നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ വേരിയബിൾ എടുക്കാം, അത് യൂസ് ചെയ്യാം. വേറെ ഒന്നുമില്ല. അതിൽ P1 ഏതെങ്കിലും ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്ന് വിചാരിക്കാം. പബ്ലിക്കായിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാക്ടോറിയൽ എന്നുള്ളത് പബ്ലിക്കാണ്. പബ്ലിക് ആയതുകൊണ്ട് നമുക്ക് നെയിം യൂസ് ചെയ്തിട്ട് കോൾ ചെയ്യാം. അപ്പോൾ പബ്ലിക് ടൈപ്പിലെ വേരിയബിൾ നമുക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ള പോയിന്റ് പഠിക്കുക. അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. ഡിഫറെൻറ്റ് ഫോൾഡറിനുള്ളിൽ വേറൊരു ക്ലാസ്സിലെ വേരിയബിൾ ഫംഗ്ഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോൾഡർ പ്രോഗ്രാംസ് മുഴുവൻ നമ്മുടെ കറണ്ട് ഫോൾഡറിലോട്ട് കോപ്പി ചെയ്യണ പരിപാടി ചെയ്യണം. അതിന് ഇമ്പോർട്ട് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പാക്കേജിനെയും ഡോട്ട് സ്റ്റാർ കൊടുത്ത് കോപ്പി ചെയ്യാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഫസ്റ്റ് ക്ലാസ്സിലെ വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ക്ലാസ്സിലെ പബ്ലിക് ആയിട്ടുള്ള വേരിയബിൾസ് നമുക്ക് എടുക്കാം. പക്ഷേ ഈ OB1 യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ക്ലാസ്സിലെ പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിൾ എക്സ് എന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിൾ അത് നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം. അത് എററായിരിക്കും. എക്സ് പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് വേരിയബിളിൻ്റെ റൂള് നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
പ്രൈവറ്റ് വേരിയബിൾ ഏത് ക്ലാസ്സിനുള്ളിലാണ് ഡിഫൈൻ ചെയ്തിരുന്നത് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ എക്സ് യൂസ് ചെയ്തിരുന്നത് P2 എന്നുള്ള വേറൊരു ക്ലാസ്സിനുള്ളിലാണ്. ആ ഫസ്റ്റ് ക്ലാസ്സിൽ എക്സ് നമുക്കിപ്പോൾ യൂസ് ചെയ്താൽ എറർ വരും. അങ്ങനെ അതിൻ്റെ വാല്യൂ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ടേബിള് ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. ഈ പ്രോഗ്രാം പറഞ്ഞൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡൗട്ട്സ് ഒക്കെ വരാം. കുറച്ച് പ്രോഗ്രാം ആദ്യമൊക്കെ ചെയ്ത് തുടങ്ങുന്നത് കുറച്ചൊക്കെ മനസ്സിലാവുള്ളൂ. പല രീതിയിൽ ഇപ്പോൾ ഡിറൈവ് എടുക്കുന്ന പാക്കേജ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസൊക്കെ പ്രോഗ്രാം പഠിപ്പിച്ചു തുടങ്ങിയാൽ കുറച്ച് മനസ്സിലാവുള്ളൂ. എനിക്ക് പബ്ലിക് യൂസ് ചെയ്യണം മനസ്സിലായോ? പബ്ലിക്കിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എല്ലാം കൂടി കിടക്കുന്ന കാരണം വേണമെങ്കിൽ പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള കോഡ് മാത്രമാണ് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പബ്ലിക്കിൻ്റെ അകത്ത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാം. ചിലപ്പോൾ അതിൽ ലാബിന് ചിലപ്പോൾ കുറച്ച് ആവശ്യമൊക്കെ വരാൻ ചാൻസുള്ളതാണ്. അവിടെ കുറച്ച് ബേസിക്സ് ശരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരു ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള കോഡ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് P1 എന്നുള്ള ക്ലാസ്സിനുള്ളിൽ ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫാക്ടോറിയലാകുമ്പോൾ ഈ നമ്പർ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേർഡിന് അവർ ഇൻറ്റെന്ന് കൊടുത്ത് വിചാരിക്കാം. ഇൻറ്റ് ഫാക്ടോറിയൽ ഇൻറ്റെന്ന് കൊടുത്ത് ഇതിൻ്റെ ബോഡിയിൽ നമ്മൾ ഈ ഫോർ ലൂപ്പൊക്കെ സാധാരണ ചെയ്യണ പോലെ ഫോർ ലൂപ്പൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് പിന്നീട് പ്രോഗ്രാം പഠിക്കുമ്പോൾ ചെയ്യാം. അങ്ങനെ എഴുതി ഫാക്ടോറിയലൊക്കെ ഫൈൻ ചെയ്ത് ഇപ്പോൾ ആണെങ്കിൽ F=F*(i) എന്നൊക്കെ കൊടുത്തിട്ട് ഫാക്ടോറിയലൊക്കെ ഫൈൻ ചെയ്ത് നമ്മളത് റിട്ടേൺ ഫാക്ടോറിയലൊക്കെ പറയുന്നുണ്ടാവും. അത് തൽക്കാലം അതിൻ്റെ കാൽക്കുലേഷനൊക്കെ പിന്നെ പഠിപ്പിക്കാം. പ്രോഗ്രാമിൻ്റെ ഒരു ബേസ് സ്ട്രക്ചർ എങ്ങനെ പോകണമെന്നുള്ളത് ജാവയിൽ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പം എൻ്റെ നമുക്ക് ഒരു പ്രോഗ്രാം എഴുതി അതിൽ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള കോഡ് ഞാനോട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. തൽക്കാലം ഒരു എക്സാമ്പിൾ എന്നുള്ള പാക്കേജിനുള്ളിലോട്ടാണ് ഞാൻ മാറ്റി വെച്ചത്. അതിപ്പോൾ ഈ പ്രോഗ്രാം ഇപ്പോൾ ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലോട്ടായിരിക്കും സേവ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഞാൻ പിന്നെ കമ്പൈലൊക്കെ ചെയ്ത് സേവ് ചെയ്ത് കമ്പൈലൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മെഷീനിൽ P1.class എന്നുള്ള ഒരു ഫയല് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ തന്നെ അയാൾ വേറെ പ്രൊജക്റ്റ് ചെയ്യുന്നു, വേറെ പ്രോഗ്രാം ചെയ്യുന്നു. അയാൾ പെർമുട്ടേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ്റെ വാല്യൂസ്
ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് വിചാരിക്കും. ഒരു പെർമുട്ടേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാക്ടോറിയലും ഫൈൻഡിങ് പെർമുട്ടേഷൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാകും. ആർ ഫാക്ടോറിയൽ ഇത് കാൽക്കുലേഷൻ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും പെർമുട്ടേഷൻ കോമ്പിനേഷൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനെ പെർമുട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നിട്ട് ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ n മൈനസ് ആറിന് ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആർ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യേണ്ടി വരും. മറ്റൊന്നും എല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. ഈ പെർമുട്ടേഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ കോമ്പിനേഷൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാം വേറെ ആളെ എഴുതുന്നുണ്ടെന്ന് വിചാരിക്കും. അയാളുടെ പ്രോഗ്രാം ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ അയാൾ വേറെ കമ്പനി വേറെ ആൾ നീക്കുക. അപ്പോൾ അയാൾ ഉണ്ടാക്കുന്ന പാക്കേജ് കോമ്പിനേഷൻ അല്ലെങ്കിൽ അതൊരു ഫോൾഡറിനുള്ളിലേക്ക് ചിലപ്പോൾ അയക്കുന്ന പ്രോഗ്രാം. അപ്പോൾ അയാൾക്ക് പെർമുട്ടേഷൻ ഫൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. എൻ്റെ ഈ എക്സാമ്പിൾ എന്നുള്ള പാക്കേജ് ഞാൻ വേണമെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ എക്സാമ്പിൾ എന്നുള്ള ഫോൾഡർ അവർക്ക് സെൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഗ്രാമിൽ ഈ എക്സാമ്പിൾ എന്നുള്ള ഫോൾഡർ അല്ല ഫയൽസ് കോപ്പി എടുക്കണം. അല്ലെങ്കിൽ എക്സാമ്പിൾ എന്നുള്ള പാക്കേജിൽ അവൻ്റെ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന ക്ലാസ്സസ് അവർക്ക് കോപ്പി എടുക്കേണ്ടി വരും. അതിനുവേണ്ടി ഇമ്പോർട്ട് എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമർ ഉണ്ടാക്കി വെച്ചാൽ P1 എന്നുള്ള ക്ലാസ് അവരുടെ പ്രൊജക്റ്റിലോട്ട് കോപ്പി ചെയ്ത പോലെ ലെഫ്റ്റ് ആണ്. എന്നിട്ട് അയാൾ രണ്ടാം P2 എന്നുള്ള പ്രോഗ്രാം എഴുതുന്നു. P2 എന്നുള്ള പ്രോഗ്രാം എഴുതുമ്പോൾ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം ആണെങ്കിൽ ഇതുപോലെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവണം. ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവണം. ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നില്ല. ഓരോ ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. മെയിൻ എഴുതിയിട്ടുണ്ടാകും. അതൊക്കെ ഫൈൻഡ് ചെയ്യേണ്ടത് NCR കോമ്പിനേഷനാണ് 5C3 5 കോമ്പിനേഷൻ 3യുടെ വാല്യൂണ് അയാൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും P1 എന്നുള്ള ക്ലാസ്സിൻ്റെ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്ത് അതിൻ്റെ അകത്ത് കണപ്പുറം പഠിച്ചിരിക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഫൈൻഡ് ചെയ്യണം. കോമ്പിനേഷൻ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ C എന്നുള്ള വേരിയബിൾ ഇട്ടാണ് പ്രോഗ്രാം ഉദ്ദേശം വിചാരിക്കാം. OB1 ഡോട്ട് ഫാക്ടോറിയൽ 5ൻ്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 5 മൈനസ് 3 എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. 2 ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ 3 ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് ലോജിക്ക് അത്ര കറക്റ്റല്ല. പോകാത്ത സ്ട്രക്ചർ അറിയാൻ വേണ്ടി പറഞ്ഞു പോകുന്നുണ്ട്. കോമ്പിനേഷൻ്റെ ലോജിക്കൊന്നും അത്ര കറക്റ്റാണെന്നില്ല. ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ആയിരിക്കും വേറൊരു ക്ലാസ്സില്ല പബ്ലിക് ആയിട്ടുള്ള വേരിയബിൾസ് ഫങ്ഷൻസ് യൂസ് ചെയ്യണം എന്നുള്ള പോയിന്റ് മാത്രം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ചെയ്തൊക്കെ വർക്ക് ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ്. ഫസ്റ്റ് പ്രോഗ്രാമർ ഒരു പ്രൊജക്റ്റിൽ ടീമിലെ ആൾക്കാരാണെന്ന് വിചാരിക്കാം. സെയിം പ്രൊജക്റ്റിലെ ടീം മെമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ടീം മെമ്പർ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യാനുള്ള കോഡ് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യും. പാരലായിട്ട് സെക്കൻഡ് പ്രോഗ്രാമർ സെയിം ടീമിലെ സെക്കൻഡ് പ്രോഗ്രാമർ ഈ കോമ്പിനേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. അതിന് എല്ലാം കമ്പൈൻ ചെയ്തിട്ടേക്ക് ഫൈനൽ റിസൾട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഗെയിമിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. ഒരാൾ കാറിൻ്റെ കോഡ് എഴുതും, വേറെ ആൾ ബൈക്കിൻ്റെ കോഡ് എഴുതും, വേറെ ആൾ റോഡ് സ്ക്രീൻ വേറെ ആൾ കോഡ് എഴുതും. അവസാനം അതിൽ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഫൈനൽ ഗെയിം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്പീഡിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ള ടോപ്പിക് ഉണ്ട്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ജാവയുടെ നല്ലൊരു ഫീച്ചറാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ളത്. ശരിക്കും മനസ്സിലാക്കിയാലേ എനിക്ക് ലാബിലൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സെപ്ഷൻ എന്നുള്ള കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നല്ല പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ എറർ തന്നെയാണ്. ഈ ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോഴൊക്കെ വരാൻ ചാൻസ് ഉള്ള എറേഴ്സിനെയാണ് ഈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ആ എക്സെപ്ഷൻ തന്നെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ എററെന്ന് വിചാരിക്കാം. ശരിക്കും ജാവയിൽ ഈ എററിനെ 3 ടൈപ്പായിട്ട് ഈ കാറ്റഗറീസ് ആക്കി ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയും. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അൺചെക്ക്ഡ് എക്സെപ്ഷൻ. തേർഡ് ഗ്രൂപ്പ് ശരി എറർ എന്നുള്ള ഗ്രൂപ്പ് തന്നെ. ഈ ഫസ്റ്റ് 2 കാറ്റഗറിയിലും പെടാത്തതിന് ജാവയിൽ എറർ എന്നുള്ള ഗ്രൂപ്പിൽ കൊടുത്തോളൂ. സിയിലൊന്നും ഈ എക്സെപ്ഷൻ എന്നുള്ള അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ള ഫീച്ചർ ഇല്ല. ഈ ചെക്ക്ഡ് എക്സെപ്ഷൻ എന്നുള്ളത് ശരിക്കും ഒരു ജാവയുടെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അത് കമ്പൈലേഷൻ ടൈമിൽ അങ്ങനെ സിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പൈൽ ചെയ്യുമ്പോൾ സിൻടാക്സ് എറർ ഉണ്ടെങ്കിൽ കമ്പൈലേഷൻ ടൈമിൽ വാണിംഗ് വരും, നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു ജാവ പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക. ജാവ പ്രോഗ്രാമിൽ ഇപ്പോൾ ഒരു ഇൻപുട്ട് സ്ട്രീം റീഡ് ഒന്ന് ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഒരു ടി ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അങ്ങനെ സി ആണെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമ്പൈലേഷൻ എറർ കാണിക്കും. ജാവ ആണെങ്കിലും കമ്പൈലേഷൻ എറർ കാണിക്കും. പക്ഷെ സിയിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് ജാവയിലുള്ള ഈ ചെക്ക്ഡ് എക്സെപ്ഷൻ എന്നുള്ളത്. ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ പ്രോഗ്രാം നോക്കുക, ഈ പ്രോഗ്രാമിൽ സിൻടാക്സ് എറർ ഒന്നുമില്ല, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഇല്ല, ലോജിക് മിസ്റ്റേക്ക് ഒന്നുമില്ല. സിൻടാക്സ് എറർ ഇല്ലാത്തതുകൊണ്ട് സി പ്രോഗ്രാം എന്ന് വെച്ചെങ്കിൽ ശരിക്കും ഇത് കമ്പൈൽ ചെയ്യും, നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടും, ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടാതിരിക്കാം. ജാവ പ്രോഗ്രാം ഇവിടെ എനിക്കൊരു വാണിംഗ് തരും. റൺ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ ഞാൻ കമ്പൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാൻ വേണ്ടി ഇതിലോട്ട് പേസ്റ്റ് ചെയ്ത് തരാം. ഞാനത് കമ്പൈൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാണിംഗ് ആണിത്. ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ എറർ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അൺറിപ്പോർട്ടഡ് എക്സെപ്ഷൻ എന്ന് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഒരു എററിൻ്റെ നെയിം വന്നിട്ടുണ്ടാവും. അത് അറിയണ്ട, മസ്റ്റ് ബി കോട്ട് എന്ന് പറഞ്ഞിട്ട് ആ വന്നിട്ട് വാണിങ്ങിൽ മസ്റ്റ് ബി കോട്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മസ്റ്റ് ബി കോട്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേക രീതിയിൽ കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് കമ്പൈൽ ചെയ്തപ്പോൾ വന്നിക്കണ എററിൽ മസ്റ്റ് ബി കോട്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ചെക്ക് ചെയ്യേണ്ട 2 കാര്യമാണ്. ഏത് ലൈനിലാണ് ആ എറർ വന്നിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കണം. ഏത് ലൈനിലാണ് ആ എറർ വന്ന് നിങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ടാവും. അതേപോലെ എന്ത് ടൈപ്പിൽ എററാണോ വന്നെന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ടാവും. അൺറിപ്പോർട്ടഡ് എക്സെപ്ഷൻ കഴിഞ്ഞിട്ട് ഒരു വേർഡ് ഉണ്ടാവും. ആ വേർഡ് നിങ്ങൾ നോട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ ഇവിടെ ശരിക്കും സിൻടാക്സ് എറർ അല്ല വന്നിക്കണത്, ലോജിക്കൽ എററും അല്ല വന്നിക്കണത്.
എനിക്ക് ഇത് എറർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാണിംഗ് വന്ന് നിൽക്കണേണ്. കാരണം ഇതിപ്പോൾ ഈ ഈ ലൈനിലാണ് എറർ വന്നിട്ടുള്ളത്, ഈ കമ്പയറിൽ നമുക്ക് വാണിംഗ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എററൊന്നുമില്ല. വാണിംഗ് വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. നമുക്ക് ഫയലിൽ നിന്നായിരിക്കാം നമ്മളിപ്പോൾ ചെയ്ത സെറ്റിംഗ്സ് അനുസരിച്ച് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ഈ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിലും റൺ ടൈമിൽ ആണ് നമ്മൾ കമ്പനി ചെയ്യുമ്പോഴായിരിക്കും റൺ ചെയ്യണത്. ചിലപ്പോൾ കമ്പനി വേറെ ദിവസം ചിലപ്പോൾ റൺ ചെയ്യാൻ പോണത്, ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് റൺ ചെയ്യണത്. അങ്ങനെ റൺ ചെയ്യുമ്പോൾ കീബോർഡിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കീബോർഡിനെ കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ട്സിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്കൊരു വാണിംഗ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻഫോം ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. റൺ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചെങ്കിൽ, കാരണം കമ്പനി എപ്പോഴും വിചാരിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രോഗ്രാം ടൈപ്പ് ഉണ്ടെങ്കിൽ കമ്പനി ചെയ്ത് കഴിയുമ്പോൾ കമ്പനി വിചാരിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ റൺ ടൈമിൽ കീബോർഡിന്റെ പ്രോബ്ലം കൊണ്ട് പ്രോഗ്രാം സ്റ്റക്കാകാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം പ്രോഗ്രാമർ അവെയർ അല്ല എന്നുള്ള രീതിയിൽ കമ്പനി അസ്യൂം ചെയ്യും. പ്രോഗ്രാമർ അവെയർ അല്ലെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുമ്പോൾ പ്രോഗ്രാം ഈ ജാവ കമ്പൈൽ ചെയ്യില്ല, അല്ലെങ്കിൽ റൺ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അപ്പം നമ്മൾ അവെയർ ആയിന്ന് ഈ കമ്പൈലർ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ത്രോസ് ആ എററിൽ കാണിച്ചേക്കുന്ന എറർ കോപ്പി എടുക്കുക. 100% എക്സെപ്ഷൻ കഴിഞ്ഞിട്ട് IO എക്സെപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കോപ്പി എടുക്കുക. എന്നിട്ട് മെയിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് മെയിൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ത്രോസ് IO എക്സെപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ത്രോസ് എക്സെപ്ഷൻ കൊടുത്താലും മതി, എന്ത് കൊടുത്താലും കുഴപ്പമില്ല. ത്രോസ് IO എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാണിങ്ങിൽ വന്ന് എറർ മെയിനിൽ കൊണ്ട് ടൈപ്പ് ഈ സിൻറ്റാക്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് വിചാരിക്കും. അത് കഴിഞ്ഞ് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എററൊന്നും വന്നില്ല. കാരണം ഇങ്ങനെ കൊടുത്തപ്പോൾ കമ്പയർ ഇങ്ങനെ അസ്യൂം ചെയ്യും ഈ റൺ ടൈമിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഈ പ്രോഗ്രാമർ അവെയർ ആണെന്നുള്ള കാര്യം. കാരണം IO എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ IO എക്സെപ്ഷൻ എന്ത് സംഭവിക്കാൻ നമ്മൾ പ്രോഗ്രാമർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം കമ്പൈലർ അസ്യൂം ചെയ്തിട്ട് കമ്പൈലർ ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്തിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ റൺ ചെയ്യാം. പക്ഷെ നിങ്ങൾ നെറ്റിൽ നിന്നൊക്കെ നോക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള ജാവ പ്രോഗ്രാം പഠിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും മെയിൻ്റെ കൂടെ ത്രോസ് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. പ്രോഗ്രാം സിമ്പിളാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷെ നല്ലൊരു പ്രോഗ്രാമിംഗ് മെത്തേഡ് അല്ല, അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രാം അല്ല ഇങ്ങനെ ഇടുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ജസ്റ്റ് കമ്പൈലറിനെ ഇൻഫോം ചെയ്യണതാണ്. അതായത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഈ പ്രോഗ്രാമിൽ വരാൻ ചാൻസുള്ള എല്ലാ എറേഴ്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആണെന്ന് പറഞ്ഞിട്ട് കമ്പൈലർ ഇൻഫോം ചെയ്യണേ. ആ റൺ ടൈമിൽ ഉണ്ടാകാൻ ചാൻസുള്ള എറേഴ്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആണെന്ന് കമ്പൈലർ ഇൻഫോം ചെയ്തിട്ട്, അപ്പോൾ കമ്പൈലർ അസ്യൂം ചെയ്യും നമുക്ക് എല്ലാം അറിയാമെന്നുള്ള രീതി കമ്പൈലർ അസ്യൂം ചെയ്തിട്ട് കമ്പൈൽ ചെയ്തിരിക്കുകയാണ്. ഈ പ്രോഗ്രാമത്തിൽ സിൻറ്റാക്സ് എറർ ഒന്നുമില്ല, പക്ഷെ റൺ ടൈമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കീബോർഡിൻ്റെ ഹാർഡ്വെയർ പ്രശ്നം കൊണ്ട് സ്റ്റക്കായി പോയി വാല്യൊന്നും ഇൻപുട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാം. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അവെയർ ആണെന്ന് കമ്പനി ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പനി കമ്പയർ ചെയ്താൽ സംബന്ധിച്ചു നമുക്ക് പ്രോഗ്രാം കമ്പയർ ചെയ്യാം, നമുക്ക് റൺ ചെയ്യാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റൺ ടൈമിൽ കീബോർഡിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം സ്റ്റക്കായി പോകും. പ്രോഗ്രാം ഈ കമ്പയർ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, റൺ ചെയ്യാം. നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞ് നെയിം എൻ്റർ ചെയ്യാം, ഔട്ട്പുട്ട് കിട്ടി. ഇപ്പം എനിക്ക് ഔട്ട്പുട്ട് പോകാൻ റൺ ചെയ്യാൻ പറ്റുന്നത് ഈ ടൈമിൽ എൻ്റെ കീബോർഡ് അല്ലെങ്കിൽ കീബോർഡിനെ കൺട്രോൾ ചെയ്യുന്ന ചിപ്പിനൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് എനിക്ക് റൺ ചെയ്യാൻ പറ്റി. ഈ സെയിം പ്രോഗ്രാം വേറെ ദിവസം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കീബോർഡിൻ്റെ കൺട്രോളേഴ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം വേറെ വന്നിട്ട് സ്റ്റക്കായി പോകും.
ഇങ്ങനെ ചെയ്യണത് പ്രോഗ്രാം സിമ്പിളാകും, പക്ഷെ ആ പ്രോഗ്രാമത്തിൻ്റെ ക്വാളിറ്റി കുറയണതാണ്. കാരണം വെച്ചാൽ റൺ ടൈമിൽ എന്താ IO എക്സെപ്ഷനുകളായിരുന്നു എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, റൺ ടൈമിൽ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ പകരം എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടില്ല. പ്രോഗ്രാം പഴയ പോലെ തന്നെ ആക്കി കമ്പയർ ചെയ്യുന്നു. വീണ്ടും സേവ് എറർ വന്നു. ഇന്ന ലൈനിൽ IO എക്സെപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, മസ്റ്റ് ബി റിപ്പോർട്ട് വരും. ഈ IO എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെക്ക്ഡ് എക്സെപ്ഷനിൽ പെടും. ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻ ടൈമിൽ കമ്പൈലറിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന, മുൻകൂട്ടി കണ്ടുപിടിക്കണം ഇന്ന എറർ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്, റൺ ടൈമിൽ പർട്ടിക്കുലർ ടൈപ്പിൽ എറർ വരാൻ ചാൻസ് ഉണ്ടെന്ന് കമ്പൈലർ നേരത്തെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതാണ്. അങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന എറേഴ്സിന് എക്സെപ്ഷന് ആണ് ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് കമ്പൈലറിന് നേരത്തെ കണ്ടുപിടിക്കാം. അപ്പൊ കീബോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആ എററിന് ചെക്ക്ഡ് എക്സെപ്ഷൻ എന്നുള്ള ഗ്രൂപ്പിൽ വരും. അത് ഈ ചെക്ക്ഡ് എക്സെപ്ഷൻ്റെ ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണിച്ച IO എക്സെപ്ഷൻ എന്നുള്ളത് ചെക്ക്ഡ് എക്സെപ്ഷന് എക്സാമ്പിളാണ്. പിന്നെ വേറെ ഇതുണ്ട്, അൺചെക്ക്ഡ് എക്സെപ്ഷൻ ഉണ്ട്. അൺചെക്ക്ഡ് എക്സെപ്ഷൻ ചില എറർ കമ്പൈലറിന് കമ്പൈലേഷൻ ടൈമിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിങ്ങനെ ചോദിക്കുക SY/Y എന്ന രീതിയിൽ വിചാരിക്കാം. ശരിക്കും ഡിവിഷൻ ചെയ്തൊക്കെയാണ് W എന്നുള്ള നമ്പറിനെ Y എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ലോജിക്കൽ എറർ ഒന്നുമില്ല, സിന്റാക്സ് എറർ ഇല്ല, വർക്ക് ചെയ്യേണ്ട. പക്ഷെ ഇതൊരു പ്രശ്നമുണ്ട്. ഇത് റൺ ടൈമിൽ ചില സിറ്റുവേഷനിൽ പ്രശ്നമുണ്ട്. കാരണം വൈയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ബൈ 0 ചെയ്യാൻ പാടില്ല. ഡിവിഷൻ ബൈ 0 ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം സ്റ്റക്ക് ആയി പോകും, അടച്ച് ക്ലോസ് ആയി പോകും. ഇതും റൺ ടൈമിൽ വരാൻ ചാൻസ് ഉള്ള ഒരു എററാണ്. പക്ഷെ ഈ എററിൽ കമ്പൈലർ ഐഡന്റിഫൈ ചെയ്യില്ല. അവിടെ കമ്പയർ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ടൈപ്പിൽ എറർ അൺചെക്ക്ഡ് എന്നുള്ള ഗ്രൂപ്പിൽ വരും. അപ്പൊ കമ്പൈലേഷൻ ടൈമിൽ മുൻകൂട്ടി കണ്ടുപിടിച്ച് നമ്മൾക്ക് വാണിംഗ് തന്നെ എറേഴ്സിന് ചെക്ക്ഡ് എറേഴ്സ് അല്ലെങ്കിൽ ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയും. ചില എറർ കമ്പനി നേരത്തെ വാണിംഗ് തരാൻ പറ്റില്ല. അങ്ങനത്തെ എറേഴ്സിന് അൺചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയും. അത് ഇത് രണ്ടും കൂടാതെ തേർഡ് കാറ്റഗറി ഉണ്ട്, ഒരു എറർ എന്നുള്ള കാറ്റഗറി ഉണ്ട്. ഈ ഫസ്റ്റ് 2 കാറ്റഗറിയും ഉള്ള എറേഴ്സ് വരുമ്പോൾ നമുക്ക് പ്രോഗ്രാം മോഡിഫൈ ചെയ്ത്, അങ്ങനെ മോഡിഫൈ എന്ന് പറഞ്ഞുതരാം. ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം സ്റ്റക്ക് ആവില്ല. അതാണ് ഡിവിഷൻ ബൈ 0 ചെയ്യുമ്പോൾ പ്രോഗ്രാം സ്റ്റക്കായി പോകേണ്ടതാണ്, ക്ലോസ് ആയി പോകേണ്ടതാണ്. പക്ഷെ വേറെ രീതിയിൽ രാവിലെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പ്രോഗ്രാം ക്ലോസ് ആയി പോകില്ല. പക്ഷെ എറർ എന്നുള്ള ഗ്രൂപ്പിൽ തന്നെ വേറെ കുറച്ച് എറേഴ്സ് ഉണ്ട്. ആ എറർ കമ്പൈലറിന് കമ്പൈലേഷൻ ടൈമിലും കണ്ടുപിടിക്കാൻ പറ്റില്ല, റൺ ടൈമിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ എറർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിക്കവറും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ ചെന്നാലും സ്റ്റക്കായി തന്നെ പോകും. ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്ലോസ് പോയിന്റ് ക്ലോസ് ചെയ്ത് വീണ്ടും എടുക്കേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻ വരും. അപ്പോൾ ജാവക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എറേഴ്സ് ആണ് ചെക്ക്ഡും അൺചെക്ക്ഡും. ചെക്ക്ഡ് എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻ ടൈമിൽ ജാവക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അൺചെക്ക്ഡ് എറർ എന്നുള്ളത് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എറർ ഉണ്ടായി കഴിയുമ്പോൾ അങ്ങനെ എറർ ഉണ്ടായിട്ടുള്ളത് ജാവക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. എറർ എന്നുള്ള കാറ്റഗറി എന്ന ഇത് കമ്പൈലേഷൻ ടൈമിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്ത് കഴിയുമ്പോൾ ആ എറർ വന്നു കഴിയുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. വലിയ അതുപോലെ മെമ്മറി തീർന്നു അങ്ങനത്തെ എററൊക്കെ ആയിരിക്കും. സാധാരണ എറർ എന്നുള്ള ഗ്രൂപ്പിലുണ്ട്. ഡീഫൽട്ട് ലൂപ്പിലൊക്കെ കയറി റാമെല്ലാം പോകാം. അതൊന്നും റിക്കവർ ചെയ്യാൻ പറ്റില്ല. റിക്കവർ ചെയ്യണമെങ്കിൽ റീസ്റ്റാർട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. അത് തേർഡ് കാറ്റഗറിയിൽ വരും.
ഈ ചെക്ക്ഡ് എക്സെപ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെ പ്രോഗ്രാം എഴുതി കഴിയുമ്പോൾ മസ്റ്റ് ബി ഗോട്ട് എന്നുള്ള രീതിയിൽ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു വെച്ചാൽ ഏത് ലൈനിലാണ് ആ എറർ വന്നെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പ്രോഗ്രാമിൽ പോയിട്ട് ആ ലൈൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ലൈൻ ഒരു ട്രൈ എന്നുള്ള ബ്ലോക്കിനുള്ളിൽ കൊണ്ട് കൊടുക്കുക. ഇവിടെ തന്നെ പറയുന്നത് മസ്റ്റ് ബി കോട്ട് എന്ന് പറഞ്ഞുണ്ട്. പക്ഷേ സിന്റാക്സ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്യാച്ച് കൊടുക്കുക. ട്രൈ കഴിഞ്ഞിട്ട് ക്യാച്ച് കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ വാർണിംഗിൽ വന്ന എറർ കോപ്പി ചെയ്തെടുക്കുക. അതായത് ഒരു വേരിയബിൾ കൊടുത്തേക്കുക. ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ എറർ വരില്ല. വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടാണ് വേരിയബിൾ പുറത്തുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ. സ്റ്റാർട്ടിങ്ങിൽ വേറെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി. അത് ഇപ്പോൾ തൽക്കാലം പറയുകയുണ്ട്. ഇത് ഈ വർക്കിംഗ് ആണ്, പ്രോഗ്രാംസിന് വേണ്ടി ചെയ്തതാണ്. പ്രോഗ്രാംസ് പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. റിസപ്ഷൻ എന്നുള്ള ടോപ്പിക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ട്രൈ ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോയിട്ട് ട്രൈനുള്ളിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ആ എററെല്ലാം പോയി. നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ ബോർഡിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യുമെന്ന് വിചാരിക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് അതിൽ നിന്ന് എൻ്റർ ചെയ്ത് ഈ നെയിമിൽ അതിൽ നിന്ന് കിട്ടി നമ്മൾക്കത് എന്താ ഒരു കാൽക്കുലേഷൻ വേണ്ടി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇച്ചിരി ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് ഇങ്ങനെ വിചാരിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് കീബോർഡ് സ്റ്റക്കായി പോയി എന്ന് വിചാരിക്കുക. സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ഈ നെയിമിന് ചിലപ്പോൾ വാല്യൂ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ട്രൈയും ക്യാച്ചും കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം സ്റ്റക്കായി പോയി എല്ലാം ക്ലോസ് ആയി പോയാൽ. ഈ ട്രൈ ബ്ലോക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കീബോർഡിന് പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ ഇവിടെ എന്തെങ്കിലും ലൈൻസ് ഒക്കെ ഉണ്ടാവും വിചാരിക്കും. ഒരു S1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, S2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, S3 എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ കുറേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ജനറലായിട്ട് എഴുതിക്കണേണ്. എന്താ അവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ജനറലായിട്ട് അങ്ങനെ എഴുതുന്നുള്ളൂ ചോദിച്ചു മനസ്സിലാകാൻ വേണ്ടി. ഇവിടെ ഒരു എറർ വന്ന് റൺ ടൈമിൽ എറർ വന്ന് സാധാരണ രീതിയിൽ പ്രോഗ്രാം സ്റ്റക്കായി പോകും. പക്ഷെ അതിന് പകരം മിക്കൊരു വലിയ പ്രൊജക്ട് പ്രോഗ്രാം പ്രൊജക്ട് സോഫ്റ്റ്വെയർസ് ഒക്കെ ആണെങ്കിൽ സ്റ്റക്കായി പോകണമെങ്കിൽ നല്ലത് എന്തെങ്കിലും ഒരു ഡീഫോൾട്ട് വാല്യൂ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ പകരം എന്തെങ്കിലും ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നല്ലത്. നമുക്കൊരു ഡീഫോൾട്ട് വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. ഡീഫോൾട്ട് ഒരു അറ്റൻഡ് കൊടുത്തു വിചാരിക്കും. അങ്ങനെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് കീബോർഡിന് പ്രോബ്ലം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നെയിം കിട്ടും. കീബോർഡിന് റൺ ചെയ്യുമ്പോൾ കീബോർഡിന് സ്റ്റക്ക് എന്തെങ്കിലും ഹാർഡ്വെയർ പ്രോബ്ലം ഉണ്ടെങ്കിൽ
നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യില്ല, നേരെ ഇവിടേക്ക് വരും. നെയിം ഇനി അഡ്മിൻ എന്നുള്ള വാല്യൂ ഡിഫോൾട്ട് വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് അത് കിട്ടും. പ്രോഗ്രാം കണ്ടു പിന്നെ താഴോട്ട് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം തിരിച്ചു വിടാൻ S1 S2 S3 വർക്ക് ചെയ്യാനുണ്ടാവില്ല. അപ്പം അത് കമ്പൽസറി ആയിട്ട് വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഇവിടെ S1 S2 S3 കൊടുക്കുക, വർക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ വലിയ വലിയ എററൊക്കെ വരുമ്പോൾ, അത് മെയിനായിട്ട് ഹാർഡ്വെയർ പ്രോബ്ലംസ് കൊണ്ടുള്ള എറേഴ്സ് വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ക്യാച്ചിനുള്ളിൽ കൊടുക്കുക. അത് ക്യാച്ചിനുള്ളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രോഗ്രാം സ്റ്റക്കായി പോവില്ല, പകരം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കും. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ. കമ്പൈലേഷൻ ടൈമിൽ കുറെ വാണിംഗ് നമുക്ക് തരാൻ ചാൻസ് ഉണ്ട്. സിൻടാക്സ് എററോ അല്ലെങ്കിൽ ലോജിക്കൽ എററോ ആയിരിക്കില്ല. ഇപ്പം എന്തെങ്കിലും ഡിലേ ഒക്കെ ഉള്ള കോഡൊക്കെ കിട്ടുന്ന വിചാരിക്കും, ഒരു ഗ്യാപ്പ് ഒരു ഡിലേ ടൈമറൊക്കെ കിട്ടുന്ന വിചാരിക്കും. ടൈമർ നമുക്ക് സാധാരണ ഒരു സർക്യൂട്ടൊക്കെ ഉണ്ടാവും കമ്പ്യൂട്ടറിൽ. ആ സർക്യൂട്ടായിട്ട് ഇത്ര ടൈമിൻ്റെ ഗ്യാപ്പ് കണ്ടുപിടിച്ചെടുക്കുന്നത്. അങ്ങനെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് സെറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. പക്ഷെ റൺ ചെയ്യുന്ന ടൈമിൽ ആ ചിപ്പ് ചിലപ്പോൾ ടൈമിൻ്റെ ആ ക്ലോക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം. അപ്പോൾ പ്രോഗ്രാം സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനത്തെ എററൊക്കെ കമ്പൈലർ നമുക്ക് നേരത്തെ ഒരു വാണിംഗ് തരും. ഈ ടൈമിൻ്റെ ഇൻസ്ട്രക്ഷൻ കണ്ട ടൈം പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുള്ള ടൈപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് വരും. വാണിംഗ് വരുമ്പോൾ ഏത് ലൈനിലാണ് ആ വാണിംഗ് വന്നത് ആ ലൈൻ ആ സ്റ്റേറ്റ്മെന്റ് ട്രൈ എന്നുള്ള ബ്ലോക്കിൽ കൊടുക്കുക. അത് ഞാൻ തൊട്ടടുത്തുണ്ട് ക്യാച്ച് ടൈപ്പ് ചെയ്യുക, പകരം വർക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ക്യാച്ചിൽ കൊടുക്കുക. അപ്പോൾ എറർ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ബ്ലോക്കിൽ കൊടുത്ത ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ എറർ തന്നെയാണെന്നുണ്ടെങ്കിൽ പകരം ക്യാച്ചിൽ കൊടുത്ത കാര്യങ്ങൾ വർക്ക് ചെയ്യും. ഇനി എറർ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക. രണ്ട് ടൈമിൽ കീബോർഡ് ഓക്കെ ആണെന്ന് വിചാരിക്കുക. കീബോർഡ് ഒക്കെ ആണെങ്കിൽ എൻ്റർ ചെയ്ത വാല്യൂ നെയിമിന് കിട്ടി, S1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത്, S2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത്, S3 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത്. കൺട്രോൾ ക്യാച്ചിലോട്ട് വരില്ല, ക്യാച്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിലോട്ട് പോകും, ഇത് വർക്ക് ചെയ്യും. നോർമലായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. അവരുടെ ഒരു ഫീച്ചറാണ്. പക്ഷെ പ്രോഗ്രാം ഫസ്റ്റ് ടൈമിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ട്രൈയും ക്യാച്ചൊക്കെ കറക്റ്റായിട്ട് എല്ലായിടത്തും കൊടുക്കേണ്ടി വരും. പക്ഷെ ആദ്യമായിട്ട് കുറച്ച് പാടുമായിട്ട് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാം നല്ല പ്രോഗ്രാം ആയിരിക്കണം. റൺ ടൈമിൽ ഉണ്ടാകുന്ന ചാൻസ് ഉള്ള പ്രശ്നങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനുണ്ടാവും. നമ്മൾ ശരിക്കും ജാവയിൽ ഒരു നല്ല പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രക്ഷനിൽ നിന്ന് റൺ ടൈമിൽ വരാൻ ചാൻസ് ഉള്ള എറേഴ്സ് ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നല്ല പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ലൈനിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള എറേഴ്സ് പ്രോഗ്രാമർക്ക് പഠിച്ചിരിക്കാന്ന് വെച്ചാൽ എളുപ്പമല്ല. കാരണം വെച്ചാൽ കുറേ സ്റ്റേറ്റ്മെന്റും ഫങ്ഷൻസും അതുപോലെ കുറേ ടൈപ്പിൽ എറേഴ്സും ഒക്കെ ഉണ്ട്. എല്ലാം ഓർത്തിരിക്കുന്ന പ്രോഗ്രാമേഴ്സ് ബുദ്ധിമുട്ടാണ്. ഈ ജാവ പ്രോഗ്രാം ഇങ്ങനെ നോട്ട് പാഡിലൊക്കെ പോയി ടൈപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ലൈനിലും എല്ലാ എറേഴ്സൊക്കെ അറിഞ്ഞിരുന്ന് അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ തവണ കമ്പൈൽ ചെയ്യുമ്പോൾ വാണിംഗ് തന്നെ എടുത്ത് നോക്കിയിട്ട് ഏത് ലൈനിൽ ഏത് എററാണ് വാണിംഗ് വന്നിട്ട് നോക്കി അതിനനുസരിച്ച് വർക്ക് ചെയ്യാം. കുറേ ടൈം എടുക്കുന്ന കാര്യമാണ്. ജാവ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ജാവ പ്രോഗ്രാം ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടൂൾസ് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. എക്ലിപ്സ് അങ്ങനെ നെറ്റ് ബീൻസ് അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അതിലൊക്കെയാണ് നെറ്റ് സെർച്ച് ചെയ്താൽ ജാവയുടെ എഡിറ്റർ എന്നൊക്കെ സെർച്ച് ചെയ്തെങ്കിൽ ഫ്രീ ആയിട്ട് കുറേ ടൂൾസ് കിട്ടും. ആ ടൂളിലാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്തോളും. നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ടൂൾ നമ്മൾ ഇൻഫോം ചെയ്യും. ഇന്ന ലൈനിൽ പർട്ടിക്കുലർ എറർ വരാൻ ചാൻസ് ഉണ്ട്, ട്രൈ ക്യാച്ച് കൊടുക്കുക നമുക്ക് ഇൻഫോം ചെയ്യും. നമുക്ക് അപ്പോൾ തന്നെ കൊടുത്തു പോകാം.
അപ്പോൾ നമ്മൾ ജാവ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഈ എറേഴ്സിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എക്സെപ്ഷൻ എന്നുള്ളൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എസ്സേയാണ്. എസ്സേൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ശരിക്കും അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ ബേസിക് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എക്സെപ്ഷൻ എന്നുള്ള എന്താണെന്നുള്ളത്